ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരാണ്? വിരാട് കോഹ്ലി. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലിയാണ്. 50 സെഞ്ചുറികളാണ് വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ നേടിയിട്ടുള്ളത്. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. ഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനൽ വേദി എവിടെയായിരുന്നു? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ വേദി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്. ഈ വർഷത്തെ കേരള ജ്യോതി ബഹുമതി നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? ടി പത്മനാഭൻ. ഈ വർഷത്തെ കേരള ജ്യോതി ബഹുമതി നേടിയ മലയാളി സാഹിത്യകാരൻ ടി പത്മനാഭനാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏതാണ്? അമേരിക്ക. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യം അമേരിക്കയാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ടൈം ഔട്ടായി പുറത്താകുന്ന ആദ്യ ബാറ്റർ ആരാണ്? ഏഞ്ചലോ മാത്യൂസ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമായ ഏഞ്ചലോ മാത്യൂസ് ആണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ടൈംഡ് ഔട്ടായി പുറത്താകുന്ന ആദ്യ ബാറ്റർ. ഈ വർഷം ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായി 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? അയോധ്യ. ഇത്തവണ ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായി 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം അയോധ്യയാണ്. 2023 ലൈഫ് ടൈം ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ്? സൽമാൻ റുഷ്ദി. 2023 ലൈഫ് ടൈം ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡ് നേടിയ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയാണ്. സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഈ സിൽക്കാര തുരങ്കത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാവുന്നതാണ്. അതൊരു ഖനിയിലെ തുരങ്കമാണ്. അവിടെ അകപ്പെട്ടു പോയ തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതൊക്കെ ഈ അടുത്ത കാലത്ത് ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു. അടുത്ത ചോദ്യം, കേരള പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പേരെന്തായിരുന്നു? കേരളീയം 2023. ഈ തവണ കേരള പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ നടത്തിയ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പേര് കേരളീയം 2023 എന്നായിരുന്നു. 2023 നവംബറിലെ ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? കോയമ്പത്തൂർ. 2023 നവംബറിൽ നടന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കോയമ്പത്തൂരാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി ആരാണ്? അഭിലാഷ് ടോമി. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി അഭിലാഷ് ടോമിയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഏതാണ്? ഷെൻഹുവ 15.
വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ഷെൻഹുവ 15 ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് 2023 നോബൽ പുരസ്കാരം നേടിയ വനിതയാരാണ്? ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്രത്തിന് 2023 നോബൽ പുരസ്കാരം നേടിയ വനിത ക്ലോഡിയ ഗോൾഡിനാണ്. 2023 ഉത്തരവാദ ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2023 ഉത്തരവാദ ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളമാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? SK വസന്തൻ. 2023 എഴുത്തച്ഛൻ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് SK വസന്തനെയാണ്. ടച്ചിങ് ദ സോൾ ആരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്? ഉമ്മൻചാണ്ടി. ഈ അടുത്ത കാലത്ത് മരണമടഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ടച്ചിങ് ദ സോൾ. 2023 അടയാളം എൻ്റെ ആധാർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? കണ്ണൂർ. 2023 അടയാളം എൻ്റെ ആധാർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല കണ്ണൂരാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ് 2023? ഇന്ത്യയും മംഗോളിയയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് നൊമാഡിക് എലിഫന്റ് 2023. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാനയാണ്. ഇന്ത്യയുടെ സമുദ്രതീര സുരക്ഷ ശക്തമാക്കുന്നതിനായുള്ള ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതാണ്? സാഗർ സമ്പർക്ക്. ഇന്ത്യയുടെ സമുദ്രതീര സുരക്ഷ ശക്തമാക്കുന്നതിനായുള്ള ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് സാഗർ സമ്പർക്ക്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്നാണ്. ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന GST ഇൻ്റലിജൻസ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ്. ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന GST ഇൻ്റലിജൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്ന ലോകത്തെ ആദ്യ രാജ്യം ഏതാണ്? റുമാനിയ. പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്ന ലോകത്തെ ആദ്യ രാജ്യം റുമാനിയയാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മിഷൻ ഇന്ദ്രധനുസ് 5.0. കേരള സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം അറിയപ്പെടുന്നത് മിഷൻ ഇന്ദ്രധനുസ് 5.0 എന്ന പേരിലാണ്. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. ഭൂഗർഭ ജലനിരപ്പ് രേഖപ്പെടുത്താൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ജൽദൂത്. ഭൂഗർഭ ജലനിരപ്പ് രേഖപ്പെടുത്താൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ജൽദൂത്. 2023 കോഴിക്കോട് ചെങ്ങോട്ടുമലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ഡിർട്ടോഡാക്ടൈലസ് ചെങ്ങോടുമലൻസ് ഏത് ജീവിയുടെ പുതിയ ഇനമാണ്? പല്ലി. 2023 കോഴിക്കോട് ചെങ്ങോട്ടുമലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ഡിർട്ടോഡാക്ടൈലസ് ചെങ്ങോട്ടുമലൻസ് എന്നത് ഏത് ജീവിയുടെ ഇനമാണ്? പല്ലിയുടെ ഇനമാണ്.
ലോകത്തെ ആദ്യ 3D പ്രിന്റഡ് മത്സ്യം അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഇസ്രായേൽ. ലോകത്തെ ആദ്യ 3D പ്രിന്റഡ് മത്സ്യം അവതരിപ്പിച്ച രാജ്യം ഇസ്രായേലാണ്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ മികച്ച നഗരസഭയ്ക്കുള്ള 2023 ഭിന്നശേഷി പുരസ്കാരത്തിന് അർഹമായത് ഏലൂർ നഗരസഭയാണ്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ മികച്ച നഗരസഭയ്ക്കുള്ള 2023 ഭിന്നശേഷി പുരസ്കാരത്തിന് അർഹമായത് ഏലൂർ നഗരസഭയാണ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏതാണ്? ദുബായ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ദുബായ് ആണ്. ഇന്ത്യയിലെ ആദ്യ മത്സ്യ ബ്രൂഡ് ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യ മത്സ്യ ബ്രൂഡ് ബാങ്ക് നിലവിൽ വന്നത് വിഴിഞ്ഞത്താണ്. നിലാവിൻ്റെ നേരറിയാൻ എന്ന ഡോക്യുമെൻ്ററി ഏത് മുൻ ISRO ചെയർമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജി മാധവൻ നായർ. മുൻ ISRO ചെയർമാനായ ജി മാധവൻ നായരുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററിയാണ് നിലാവിൻ്റെ നേരറിയാൻ എന്ന ഡോക്യുമെൻ്ററി. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ചണ്ഡീഗഡിലാണ്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത വനിതകളിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? കെ ദിൽന. പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത വനിതകളിൽ ഉൾപ്പെട്ട മലയാളി കെ ദിൽനയാണ്. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം ഏതാണ്? MiG-29K. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം MiG-29K ആണ്. 2024 എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജൽ ജീവൻ മിഷൻ. 2024 എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. KSRTC തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഗ്രാമവണ്ടി. KSRTC തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? യെല്ലോ ലൈൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ. കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഗോപിനാഥ് മുതുകാട്. കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാടാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വേദി ഖത്തറാണ്. 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഇറ്റലിയാണ്. 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഇറ്റലിയാണ്. പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ആരാണ്? IM വിജയൻ. പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ IM വിജയനാണ്. കരീബിയൻ ദ്വീപുരാഷ്ട്രമായ ജമൈക്ക സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദ്. കരീബിയൻ ദ്വീപുരാഷ്ട്രമായ ജമൈക്ക സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ട ഫാം ഏതാണ്? കേരള സീഡ് ഫാം. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ട ഫാം കേരള സീഡ് ഫാമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് എവിടെയാണ്? കുളത്തൂപ്പുഴ. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. ടൂറിസം വകുപ്പിന് കീഴിലെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആക്കുളം. ടൂറിസം വകുപ്പിന് കീഴിൽ
കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആക്കുളത്താണ്. രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാലയാണ്. ഇന്ത്യയിലെ ആദ്യ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോട്ടയം. ഇന്ത്യയിലെ ആദ്യ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? തിരുവനന്തപുരത്തെ കാസർഗോഡുമായിട്ടാണ് കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിച്ചത്. തിരുവനന്തപുരം, കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടപ്പിലാക്കിയത് ബീഹാറിലാണ്. ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി നിയമിതനായ ആദ്യ മലയാളി ആരാണ്? ആർ ഹരികുമാർ. ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായ ആദ്യ മലയാളി ആർ ഹരികുമാറാണ്. 2022 ഏപ്രിലിൽ കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഏതാണ്? INS തരംഗിണി. 2022 ഏപ്രിലിൽ കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് INS തരംഗിണി. അംഗനവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. അംഗനവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ഔദ്യോഗിക ജീവിയും വൃക്ഷവും പുഷ്പവും പക്ഷിയും ഉള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡ്. ഔദ്യോഗിക ജീവിയും വൃക്ഷവും പുഷ്പവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല കാസർഗോഡാണ്. നിലവിൽ ഇന്ത്യയിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മ. നിലവിൽ ഇന്ത്യയിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. ഓഗസ്റ്റ് 17 എന്ന നോവൽ രചിച്ചതാരാണ്? എസ് ഹരീഷ്. ഓഗസ്റ്റ് 17 എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2022 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ എം തോമസ് മാത്യു. 2022 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം തോമസ് മാത്യുവിനാണ്. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? സുരേഷ് ഗോപി. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി സുരേഷ് ഗോപിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ 3. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജൂപ്പിറ്റർ 3 ആണ്. ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമൻ. ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഒലിവർ ഡീമൻ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം MS ധോണിയാണ്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പുലിക്കയം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്താണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2023 മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ റോയ്മോൻ. സംസ്ഥാന സർക്കാരിൻ്റെ 2023 മികച്ച കർഷകനുള്ള കർഷകോത്തമ അവാർഡ് ലഭിച്ചത് കെ റോയ്മോനാണ്. കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പിൻ്റെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ. കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പിൻ്റെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ പാളയത്ത്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ പാളയത്താണ്.
സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ്. കേരളത്തിലെ നഗരങ്ങളിലെ മാലിന്യ പരിപാലന സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? മാറ്റം പദ്ധതി. കേരളത്തിലെ നഗരങ്ങളിലെ മാലിന്യ പരിപാലന സേവനങ്ങൾ ശക്തിപ്പെടുത്താനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാറ്റം പദ്ധതി. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളക് ഏതാണ്? ചന്ദ്ര. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? K-Phone പദ്ധതി. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് K-Phone പദ്ധതി. പുതുതായി രൂപകൽപ്പന ചെയ്ത കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? പച്ചക്കുതിര. പുതുതായി രൂപകൽപ്പന ചെയ്ത കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര. കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റിലെ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചത് എന്നാണ്? 2023 മാർച്ച് 2. കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റിലെ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചത് 2023 മാർച്ച് 2. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2022 സാഹിത്യത്തിനുള്ള കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MD വാസുദേവൻ നായർ. സംസ്ഥാന സർക്കാരിൻ്റെ 2022 സാഹിത്യത്തിനുള്ള കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. പത്മ പുരസ്കാരത്തിന് സമാനമായി കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഈ കേരള ജ്യോതി പുരസ്കാരം. അതുപോലെ തന്നെ ഉള്ളൊരു പുരസ്കാരമാണ് കേരള പ്രഭ പുരസ്കാരം. 2022 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? മമ്മൂട്ടി, ഓംചേരി N പിള്ള, T മാധവ മേനോൻ എന്നിവർക്കാണ് 2022 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. മമ്മൂട്ടിക്ക് കല, ഓംചേരി N പിള്ളയ്ക്ക് കല സാമൂഹിക സേവനം, T മാധവ മേനോന് സിവിൽ സർവീസ് സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചതിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? PM പോഷൻ. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേര് PM പോഷൻ എന്നാണ്. ഇത് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോഷൻ ശക്തി നിർമ്മാൺ. അപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേരെന്താണ്? PM പോഷൻ. ഇന്ത്യയിൽ നദികളിലെയും സമുദ്രങ്ങളിലെയും ഡോൾഫിനുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് ഡോൾഫിൻ. ഇന്ത്യയിൽ നദികളിലെയും സമുദ്രങ്ങളിലെയും ഡോൾഫിനുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഡോൾഫിൻ. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് ലയൺ. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ലയൺ. പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി 77ാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? വിശ്വകർമ്മ യോജന. പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി 77ാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് വിശ്വകർമ്മ യോജന. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണം. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണമായിരുന്നു. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? K കൃഷ്ണൻകുട്ടി. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ്. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്?
KN ബാലഗോപാൽ. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ്. 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? PV സിന്ധു. 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം PV സിന്ധു ആണ്. കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ നീന്തൽ ടീമിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? സജൻ പ്രകാശ്. കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ നീന്തൽ ടീമിൽ ഉൾപ്പെട്ട മലയാളി സജൻ പ്രകാശാണ്. 2022 നടന്ന 36ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ഗുജറാത്ത്. 2022 നടന്ന 36ാമത് ദേശീയ ഗെയിംസ് വേദി ഗുജറാത്താണ്. 2022 64ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? പാലക്കാട്. 2022 64ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയ ജില്ല പാലക്കാടാണ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹോപ്പ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ലിസ് ട്രസ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസ് ആണ്. 45 ദിവസം മാത്രമാണ് ലിസ് ട്രസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരത്തിൽ ഇരുന്നത്. 2023 കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? അഞ്ജലി ശർമ്മ. 2023 കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ഇന്ത്യൻ വനിത അഞ്ജലി ശർമ്മയാണ്. കൃത്രിമ മാംസത്തിൻ്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. കൃത്രിമ മാംസത്തിൻ്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് ഈ അടുത്ത കാലത്ത് വാഗമണ്ണിൽ തുടങ്ങിയത് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജാണ് വാഗമണ്ണിലെ കോലാഹട്ട മേട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളം 40 മീറ്ററാണ്. വാഗമണ്ണിലെ കോലാഹട്ട മേട്ടിലാണ് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം ഉള്ളത്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിന് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ലഭിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ലഭിച്ചത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനാണ്. 2023 ഈ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഈ ചില്ലുപാലം വാഗമണ്ണിൽ സ്ഥാപിച്ചതും 2023. സർക്കാർ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയുടെ പേരാണ് കെ സ്മാർട്ട്. സർക്കാർ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? കെ സ്മാർട്ട്. ചുമട്ട് തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നവശക്തി പദ്ധതി. ചുമട്ട് തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നവശക്തിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് അനന്യ മലയാളം എന്നാണ്. 2021 ദാദാ സാഹിബ് പുരസ്കാര ജേതാവ് ആരാണ്? വഹീദ റഹ്മാൻ. 2021 ദാദാ സാഹിബ് പുരസ്കാര ജേതാവ് വഹീദ റഹ്മാനാണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത് RRR സിനിമയിലെ നാട്ടു എന്ന ഗാനത്തിനാണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത് RRR സിനിമയിലെ നാട്ടു എന്ന ഗാനത്തിനാണ്. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചത് MM കീരവാണിയാണ്.
2023 ഓസ്കാറിൽ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ദി എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന സിനിമയാണ്. 2023 ഓസ്കാറിൽ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ദി എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററിയാണ്. ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആണ്. ദി എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രമേയം എന്താണ്? തമിഴ്നാട്ടിൽ നിന്നുള്ള ബൊമ്മൺ ബെല്ലി ദമ്പതിമാരുടെയും അവരുടെ അടിമയായ രഘു എന്ന ആനക്കുട്ടിയുടെയും കഥയാണ് ഈ ദി എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രമേയം. 2023 പ്രഖ്യാപിച്ച 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അല്ലു അർജുൻ. 2023 പ്രഖ്യാപിച്ച 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് അല്ലു അർജുനെയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം നേടുന്ന വ്യക്തി ആരാണ്? ബിയോൺസെ. ബിയോൺസെയ്ക്ക് 32 ഗ്രാമി പുരസ്കാരങ്ങളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം നേടുന്ന വ്യക്തി ബിയോൺസെയാണ്. ഗ്രാമി പുരസ്കാരം ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ്? സംഗീതം. സംഗീതത്തിൽ പ്രഗത്ഭരായ വ്യക്തികൾക്ക് നൽകുന്നൊരു പുരസ്കാരമാണ് ഗ്രാമി പുരസ്കാരം. ബഹിരാകാശത്ത് ആദ്യമായി എലിയുടെ ഭ്രൂണങ്ങൾ വളർത്തിയ രാജ്യം ഏതാണ്? ജപ്പാൻ. ബഹിരാകാശത്ത് ആദ്യമായി എലിയുടെ ഭ്രൂണങ്ങൾ വളർത്തിയ രാജ്യം ജപ്പാനാണ്. എല്ലാ ജില്ലകളിലും ഹാൾമാർക്കിംഗ് സെൻ്ററുകൾ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. എല്ലാ ജില്ലകളിലും ഹാൾമാർക്കിംഗ് സെൻ്ററുകൾ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2023 സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ ആരാണ്? MD വാസുദേവൻ നായർ. 2023 സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ MD വാസുദേവൻ നായരാണ്. ISROയുടെ ചെയർമാൻ S സോമനാഥിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? നിലാവ് കുടിച്ച സിംഹങ്ങൾ. ISRO ചെയർമാൻ S സോമനാഥിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? നിലാവ് കുടിച്ച സിംഹങ്ങൾ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പ്രതിമ അനാവരണം ചെയ്ത ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്ത ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം മുംബൈ വാങ്കഡെ സ്റ്റേഡിയമാണ്. സത്യരാഷ്ട്ര സഖ്യമായ ബിംസ്റ്റെക്കിൻ്റെ സെക്രട്ടറി ജനറലായി നിയമിതനാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഇന്ദ്രമണി പാണ്ഡെ. സത്യരാഷ്ട്ര സഖ്യമായ ബിംസ്റ്റെക്കിൻ്റെ സെക്രട്ടറി ജനറലായി നിയമിതനാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇന്ദ്രമണി പാണ്ഡെയാണ്. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ 1ാം സ്ഥാനക്കാരായ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ 1ാം സ്ഥാനക്കാരായ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹിയാണ്. വനിതകൾ മാത്രം വോട്ടെടുപ്പ് നിയന്ത്രിച്ച ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? റായ്പൂർ നോർത്ത് മണ്ഡലം. വനിതകൾ മാത്രം വോട്ടെടുപ്പ് നിയന്ത്രിച്ച ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മണ്ഡലം റായ്പൂർ നോർത്ത് മണ്ഡലമാണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വിരാട് കോഹ്ലി. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ COP28 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദുബായ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ COP28 ഉച്ചകോടിയുടെ വേദി ദുബായ് ആണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ്? ദി അപ്രൻറ്റീസ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് ദ അപ്രൻറ്റീസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് വിജയം കുറിച്ച സംസ്ഥാനം ഏതാണ്? മിസോറാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് വിജയം കുറിച്ച സംസ്ഥാനം മിസോറാമാണ്. പ്രഥമ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ ആരാണ്? മുംബൈ ഇന്ത്യൻസ്. പ്രഥമ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആണ്. ഇന്ത്യ വിയറ്റ്നാമിന് സമ്മാനിച്ച മിസൈൽ കോർവെറ്റ് ഏതാണ്? INS കിർപ്പാൻ. ഇന്ത്യ വിയറ്റ്നാമിന് സമ്മാനിച്ച മിസൈൽ കോർവെറ്റാണ് INS കിർപ്പാൻ.
ഇന്ത്യയും മലേഷ്യയും ചേർന്ന് 2022 നടത്തിയ വ്യോമ അഭ്യാസം ഏതാണ്? ഉദരശക്തി. ഇന്ത്യയും മലേഷ്യയും ചേർന്ന് 2022 നടത്തിയ വ്യോമ അഭ്യാസമാണ് ഉദരശക്തി. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് 2023 വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് 2023 വേദി തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പായിരുന്നു. ലാപ്ടോപ്പ് സർവർ ഉൽപാദന രംഗത്ത് ഇന്ത്യയുടെ ആദ്യ പൊതു സ്വകാര്യ സംരംഭം ഏതാണ്? കൊക്കോണിക്സ്. ലാപ്ടോപ്പ് സർവർ ഉൽപാദക രംഗത്ത് ഇന്ത്യയുടെ ആദ്യ പൊതു സ്വകാര്യ സംരംഭമാണ് കൊക്കോണിക്സ്. കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സർവർ പദ്ധതി എന്നറിയപ്പെടുന്നത് ഈ കൊക്കോണിക്സ് ആണ്. 2021 സപ്ലൈകോ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സപ്ലൈ കേരള. 2021 സപ്ലൈകോ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സപ്ലൈ കേരള. 2021 കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? പെപ്കാർട്ട്. 2021 കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുറത്തിറക്കിയ ആപ്പാണ് പെപ്കാർട്ട്. 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിന് ലഭിച്ചത് ആർക്കാണ്? PF മാത്യൂസിന്. ഇദ്ദേഹത്തിൻ്റെ അടിയാളപ്രേതം എന്ന നോവലിനാണ് 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. സുരിനാമിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ 2023 ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനാണ്. സുരിനാമിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ എന്ന ബഹുമതി 2023 ലഭിച്ചത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ്. 2023 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ച ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതി ഏതാണ്? ഓർഡർ ഓഫ് ദി നൈൽ. ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ 2023 നൽകിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. 2022 27ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതായത് IFFK, ഇതിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. 2022 27ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. IFFK 2022 മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ച സിനിമ ഏതാണ്? ഉദമ എന്ന ബൊളീവിയൻ സിനിമയ്ക്കാണ് 2022 IFFK മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത്. ഏത് സിനിമയ്ക്കാണ്? ഉദമ എന്ന ബൊളീവിയൻ സിനിമയ്ക്ക്. മഹാശ്വേതാദേവിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 2022 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതാണ്? മഹാനന്ദ. മഹാശ്വേതാദേവിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 2022 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് മഹാനന്ദ. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 കണക്ക് പ്രകാരം രാജ്യത്ത് സ്ത്രീധന പീഡന മരണങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലുമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 കണക്ക് പ്രകാരം ഇന്ത്യയിൽ സ്ത്രീധന പീഡന മരണങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലുമാണ്. സുഗതകുമാരിയുടെ 90ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ജനുവരി 22 മുതൽ സംഘടിപ്പിക്കുന്ന ജന്മവാർഷിക ആഘോഷം ഏതാണ്? സുഗതനവതി. സുഗതകുമാരിയുടെ 90ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ജനുവരി 22 മുതൽ സംഘടിപ്പിക്കുന്ന ജന്മവാർഷിക ആഘോഷം അറിയപ്പെടുന്ന പേരെന്താണ്? സുഗതനവതി.
നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പരിപാടി ഏതാണ്? ഉറവ തേടി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ചേർന്ന് നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പരിപാടിയാണ് ഉറവ തേടി. 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ഏത് സംസ്ഥാനമാണ്? ഹരിയാനയാണ്. 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ഹരിയാനയാണ്. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഏതാണ്? ഇന്ത്യ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഇന്ത്യയാണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? മിഥിലി. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര് മിഥിലി എന്നാണ്. ഈ ചുഴലിക്കാറ്റിന് മിഥിലി എന്ന പേര് നൽകിയത് മാലിദ്വീപാണ്. ഗസൽ ഗായകൻ ഉമ്പായിയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഗസൽ ഗായകൻ ഉമ്പായിയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ശബരിമല തീർത്ഥാടകർക്കായി വനം വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? IN. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി കേരള വനം വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് IN. സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഥമ ഇൻ്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിൻ്റെ പേരെന്താണ്? ചെ. സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഥമ ഇൻ്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിൻ്റെ പേര് ചെ എന്നാണ്. സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ വനജ്. സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനജ്. 2023 നവംബറിൽ സമൂഹ മാധ്യമമായ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? നേപ്പാൾ. 2023 നവംബറിൽ സമൂഹ മാധ്യമമായ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം നേപ്പാളാണ്. കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത്. കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ്. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് CEO ഏതാണ്? മിക്ക. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് CEO മിക്കയാണ്. ഇന്ത്യ ശ്രീലങ്ക സൈനിക അഭ്യാസത്തിൻ്റെ പേര് എന്താണ്? മിത്രശക്തി 2023. ഈ സൈനിക അഭ്യാസം നടന്ന വേദി പൂനെയാണ്. ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് മിത്രശക്തി 2023 എന്നാണ്. ഇതിൻ്റെ വേദി പൂനെയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.